നമസ്കാരം. ദക്ഷിണേഷ്യൻ മേഖലയിലും മധ്യേഷ്യയിലും രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന പുതിയ ഭൗമരാഷ്ട്രീയ ചലനങ്ങൾക്കാണ് നിലവിൽ അഫ്ഗാനിസ്ഥാനും അതിൻ്റെ അയൽരാജ്യങ്ങളും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മോസ്കോയിൽ നടന്ന രാജ്യാന്തര സുരക്ഷാ കോൺഫറൻസിന് ശേഷം മടങ്ങിയെത്തിയ താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കൂബ് മുജാഹിദ് റഷ്യയുമായി ഒപ്പുവെച്ച സൈനിക സാങ്കേതിക സഹകരണ കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഈ മേഖലയിലെ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുന്നത്. അഫ്ഗാൻ മണ്ണിൽ ഇനിമേൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിയില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് മോസ്കോയിൽ നിന്നും തിരിച്ചെത്തിയ താലിബാൻ പ്രതിരോധ മന്ത്രി നൽകിയത്. റഷ്യയുമായുള്ള സൈനിക സഹകരണ കരാർ ഉടൻ തന്നെ നടപ്പിലാക്കാൻ തുടങ്ങുമെന്നും ഇത് താലിബാൻ ഭരണകൂടത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഈ കരാർ ഒരു ഔദ്യോഗിക പ്രതിരോധ സുരക്ഷാ സഖ്യമല്ല എന്നും മറ്റ് രാജ്യങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും താലിബാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഉറപ്പു നൽകാൻ ശ്രമിക്കുന്നുമുണ്ട്. മോസ്കോയ്ക്ക് സമീപം നടന്ന രാജ്യാന്തര സുരക്ഷാ ഫോറത്തിനിടെ റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയ്ഗുവും താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും ചേർന്നാണ് ഈ പുതിയ സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കാബൂൾ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈ കരാർ അഫ്ഗാനിസ്ഥാനിലുള്ള റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെയും ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണെന്ന് മുല്ല യാക്കൂബ് വിശദീകരിച്ചു. മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിക്കപ്പെട്ട അമേരിക്കൻ ആയുധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സമാനമായ കരാറുകൾ ഭാവിയിൽ അമേരിക്കയുമായും ഒപ്പുവെക്കാൻ തങ്ങൾക്ക് തടസ്സമില്ലെന്നും താലിബാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാന് ശക്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യമാണ് എന്നും അത് ഏത് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണമെന്ന് ഭാവിയിൽ തീരുമാനിക്കുമെന്നും താലിബാൻ വ്യക്തമാക്കുന്നു. ഈ കരാറിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ താലിബാൻ തങ്ങളുടെ പരിചയസമ്പന്നരായ പോരാളികളെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനായി അയക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ചില യൂറോപ്യൻ മാധ്യമങ്ങൾ ഇതിനകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഈ സുരക്ഷാ കരാർ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന റോക്കറ്റ് വ്യോമ ആക്രമണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടുത്ത യുദ്ധപ്രതീതിയിലാണ് ഉള്ളത്. തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ മണ്ണിൽ അഭയം തേടിയിരിക്കുന്ന തെഹ്രീക്ക് താലിബാൻ അഥവാ TTP എന്ന സംഘടനയാണെന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാൻ താലിബാനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയും ചെയ്തു. ഇതിനുള്ള മറുപടിയായിട്ടാണ് തങ്ങളൊരു പ്രൊഫഷണൽ പ്രതിരോധ സംവിധാനം കെട്ടിപ്പടുക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ അഫ്ഗാൻ മണ്ണിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുവാൻ പാകിസ്ഥാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ സുരക്ഷ ശക്തമാക്കുമെന്നും മുല്ല യാക്കൂബ് തിരിച്ചടിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ അതായത് ഐസിസ് ഭീകരരെ പൂർണ്ണമായും അടിച്ചമർത്തിയെന്നും തങ്ങളുടെ മണ്ണ് മറ്റ് രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കില്ലെന്നും താലിബാൻ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഐസിസ് താലിബാൻ ഭരണത്തിന് കീഴിൽ കുട്ടികളെപ്പോലും ചാവേറുകളായി പരിശീലിപ്പിക്കുന്നുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ ഈ അവകാശവാദങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്. പാകിസ്ഥാനുമായുള്ള ഈ കടുത്ത രാഷ്ട്രീയ സൈനിക ഭിന്നതകളെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ കടുത്ത പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണ്ഡഹാർ പോലുള്ള മേഖലകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മരുന്നുകളുടെ ഇറക്കുമതി താലിബാൻ നിരോധിച്ചതോടെ ഔഷധ വിപണിയിൽ വലിയ വിലക്കയറ്റവും അത്യന്തം അത്യാവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകളുടെ കടുത്ത ക്ഷാമവും നേരിടുന്നുണ്ട്. പനഡോൾ, ബ്രൂഫിൻ, ഇൻസുലിൻ, ആസ്മ ഇൻഹേലറുകൾ തുടങ്ങിയ അടിസ്ഥാന മരുന്നുകൾക്ക് പോലും 3-4 ഇരട്ടി വിലയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാനായി താലിബാൻ ഇപ്പോൾ ഇന്ത്യ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ 5000 ടൺ ഇന്ധന കയറ്റുമതി ഇറാൻ്റെ കാസ്പിയൻ തുറമുഖം വഴി റെയിൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കാൻ പുതിയൊരു വ്യാപാര പാതയും തുറക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യ, ഇറാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവരുമായി ചേർന്ന് പുതിയൊരു സാമ്പത്തിക ലോജിസ്റ്റിക്സ് ശൃംഖല കെട്ടിപ്പടുക്കാനാണ് താലിബാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാനുമായി അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കുകയാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ വാഷിംഗ്ടണിൽ വെച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും വിദേശകാര്യ സെക്രട്ടറി റൂബിയോയുടെയും നയതന്ത്ര ഇടപെടലുകളെ പാകിസ്ഥാൻ അന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. അമേരിക്കയുമായുള്ള ഈ കൂട്ടുകെട്ടിലൂടെ താലിബാനെതിരെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാനാണ് പാകിസ്ഥാൻ നിലവിൽ ശ്രമിക്കുന്നത്. നയതന്ത്ര മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി താലിബാൻ തങ്ങളുടെ അധീനതയിലുള്ള എംബസികളുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പഴയ പേരും പഴയ ദേശീയ പതാകയും മാറ്റി പകരം താലിബാൻ്റെ വെള്ള പതാകയും ഇസ്ലാമിക് എമിറേറ്റ്സ് എന്ന പേരും ഔദ്യോഗികമായി ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ
റഷ്യയുടെ സൈനിക പിന്തുണയും ഇറാന്റെ വ്യാപാര പാതകളും ഒരു വശത്തും അമേരിക്കയും പാകിസ്ഥാനും ചേർന്നുള്ള പ്രതിരോധ നീക്കങ്ങൾ മറുവശത്തുമായി ദക്ഷിണേഷ്യൻ മേഖല ഇപ്പോൾ അതീവ സങ്കീർണമായൊരു ഭൗമരാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും താലിബാനും തമ്മിൽ ഒപ്പുവെച്ച സൈനിക സുരക്ഷാ കരാറുകളുടെയും ഇന്ധന കൈമാറ്റ ഇടപാടുകളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ റഷ്യൻ സന്ദർശനങ്ങൾ ഈ പ്രതിരോധ നീക്കങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കാൻ വലിയ സാധ്യതകളുണ്ട് എന്നാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഔദ്യോഗികമായി ഈ കരാറിൻ്റെ ഉള്ളടക്കങ്ങൾ റഷ്യയും താലിബാനും അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് എങ്കിലും ദക്ഷിണേഷ്യൻ മേഖലയിലെ സുരക്ഷാ വ്യതിയാനങ്ങളിൽ ഇന്ത്യക്കുള്ള തന്ത്രപരമായ പങ്കും റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും ഈ ഒരു സാധ്യതയ്ക്ക് അടിവരയിടുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സാന്നിധ്യവും അതിർത്തി കടന്നുള്ള തീവ്രവാദവും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായതിനാൽ മോസ്കോയിൽ നടക്കുന്ന ഇത്തരം നിർണായക നീക്കങ്ങളിൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഇടപെടലുകളോ നിരീക്ഷണങ്ങളോ ഉണ്ടാകുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. അഫ്ഗാനിസ്ഥാനെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്ന ഏതൊരു പുതിയ സുരക്ഷാ അച്ചുതണ്ടും ഭാരതത്തിൻ്റെ റഡാറിൽ ഉണ്ടാവുക എന്നത് രാജ്യത്തിൻ്റെ തന്ത്രപരമായ നയങ്ങളുടെ ഭാഗമാണ്. താലിബാൻ ഭരണകൂടം പാകിസ്ഥാനുമായുള്ള വ്യാപാരം നിർത്തിവെച്ച് റഷ്യയിലേക്കും ഇറാനിലേക്കും തിരിയുമ്പോൾ ആ സാമ്പത്തിക സമവാക്യങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരുപോലെയുള്ള താല്പര്യങ്ങൾ ഒത്തുചേരുന്നുണ്ടാകാം. അജിത് ഡോവലിൻ്റെ റഷ്യൻ സന്ദർശനങ്ങൾ കേവലം ഉഭയകക്ഷി ചർച്ചകൾ മാത്രമല്ല, മറിച്ച് അഫ്ഗാനിസ്ഥാനിലെ ചൈനീസ് പാകിസ്ഥാൻ സ്വാധീനത്തെ പ്രതിരോധിക്കുവാനും റഷ്യ വഴി താലിബാൻ ഭരണകൂടത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയെ നിലകൊള്ളാനും ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്ന തന്ത്രപരമായ നയതന്ത്ര നീക്കമായി ഇതിനെ കാണാം. താലിബാന്റെ നയതന്ത്ര വെബ്സൈറ്റുകളിൽ നിന്നും ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ അനുകൂല ചിന്താഗതികളെ അകറ്റി നിർത്താനും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാനും റഷ്യ വഴി ഇന്ത്യ നടത്തുന്ന അണിയറ നീക്കങ്ങൾ തള്ളിക്കളയാൻ സാധിക്കില്ല. പാകിസ്ഥാൻ അമേരിക്കയുമായി ചേർന്ന് അഫ്ഗാനിസ്ഥാനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയുടെ പിന്തുണയോടെ താലിബാൻ ശക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവാദ അജണ്ടകൾക്ക് തിരിച്ചടിയാകും എന്നാണ് ഇന്ത്യ കരുതുന്നത്. താലിബാൻ പ്രതിരോധ മന്ത്രിക്കൊപ്പം റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഗോഷു നേരിട്ടാണ് ഈ സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചത് എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സെർജി ഷോയ്ഗുവുമായി മികച്ച ഔദ്യോഗിക ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അജിത് ഡോവൽ. അതുകൊണ്ട് തന്നെ ഈ കരാറിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായും പരസ്യമാക്കിയിട്ടില്ല എങ്കിലും ദക്ഷിണേഷ്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അജിത് ഡോവലിൻ്റെ മോസ്കോ സന്ദർശനങ്ങൾ ഈ സുരക്ഷാ ഇടപാടുമായി പരോക്ഷമായോ പ്രത്യക്ഷമായോ ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.